ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മളെ കഥ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം നേരെ നമ്മൾ പിലിക്കോടേക്ക് പോയി. ഇന്ന് പിലിക്കോട് നമുക്ക് അനിയേട്ടൻ്റെ അമ്മയും നിഷയും കൂടിയിട്ട് സദ്യ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാഴയിലയിൽ വിളമ്പാൻ തന്നെ കാരണം സദ്യ ഒരുക്കിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ കറികൾ കൂട്ടിയിട്ട് ഇലയിൽ തിന്നാൽ വേറെ ഒരു സ്വാദാണല്ലോ, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് കച്ചമ്പർ, എലിശ്ശേരി, അവിയൽ, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പയറുവറവ് ഉണ്ടായിരുന്നു, 2 തരം അച്ചാറുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കൂട്ടി നമ്മളൊരു പിടി പിടിച്ചു. അപ്പോൾ നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്തു ഇങ്ങനെ മേശേൻ്റെ മേലെ വന്നിട്ടിരിക്കും. പാത്തു ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ആ കറി എനിക്ക് വേണം, ഇത് എനിക്ക് കുറച്ച് തന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒറ്റൊരു തവണ മാത്രമേ ഉള്ളൂ ചോറ് തിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാത്തുവിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പപ്പടം അത് ഫുള്ളായിട്ടൊന്നും തിന്നിട്ടുണ്ടായില്ല, കുറച്ചേ തിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ പപ്പടം നമുക്ക് തന്നു. പിന്നെ ഇത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പായസം ഇതായിരുന്നു കേട്ടോ, പരിപ്പ് പായസമായിരുന്നു. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ നമുക്ക് പരിപ്പ് അത്ര ഇഷ്ടമല്ല, പക്ഷെ മധുരം കുറവായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അർജുവേട്ടൻ ഇങ്ങനെ പായസത്തിൽ പഴവും പപ്പടമൊക്കെ ഞെലിച്ച് ഇങ്ങനെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് സൂപ്പറായിരുന്നു.